വിളിയൊക്കെ വരുന്നുണ്ടോ? പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? അത്യന്തികമായിട്ടൊരു കന്യംബാരസ് സീനാണല്ലോ. നമ്മൾ ഒരു സ്റ്റാർ പോയിട്ട് എനിക്ക് എല്ലാ മാസവും വരും. എല്ലാ മാസവും ഇപ്പം നിങ്ങൾ കേട്ട ഭയങ്കര എക്സൈറ്റിംഗ് എന്ന് തോന്നുന്ന പ്രൊജക്റ്റ് വരും. പക്ഷെ ഞാൻ ഫേസ് ചെയ്യുന്ന വിഷയം എനിക്കിവിടെ സിനിമ തുടർച്ചയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അൺലെസ് യു ആർ എ സ്റ്റാർ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഫഹദിനോട് പറഞ്ഞു, ഫഹദ് പോയിട്ട് പുറത്ത് ഒരു വലിയ പരിപാടി ചെയ്യുമ്പോൾ ഫഹദ് ഹെവിലി റെമ്യൂണറേറ്റഡ് ആയിരിക്കും. ഞാൻ പുറത്ത് പോയിട്ട് ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എനി അതർ ആക്ടറാണ് അവരെ സംബന്ധിച്ച് ഞാൻ. അപ്പോൾ ഒന്ന്, ഞാൻ പ്രോപ്പർലി റെമ്യൂണറേറ്റ് ചെയ്യപ്പെടില്ല. പിന്നെ അന്യഭാഷ സിനിമയുടെ അവർക്ക് നമ്മളെ വേണ്ടത് 4 മാസത്തിൽ 20 ദിവസമൊക്കെ ഇരിക്കും. 4 മാസം ഉണ്ടെങ്കിൽ ഞാൻ മലയാളത്തിൽ 3 സിനിമ ചെയ്യും. അപ്പോൾ ഞാൻ 4 മാസം അവർ പറയുന്ന ഒരു ലുക്കിൽ ലോക്കായി നിൽക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എൻ്റെ മലയാളത്തിൽ 3 സിനിമയും പോവും. അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന മറ്റേ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും മലയാളത്തിൽ നമുക്ക് ഉണ്ടാകുന്ന കരിയറും ഭയങ്കരമായിട്ട് ബാധിക്കും. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എന്തെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ടൈം കൺസ്യൂമിങ് അല്ലാത്തൊരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. അല്ലാതെ ഇപ്പോൾ ഇപ്പം എനിക്ക് എൻ്റെ വിജയ് സാറിൻ്റെ പടത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, മഹേഷ് ബാബു സാറിൻ്റെ പടത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അതായത് ബീസ്റ്റ് പോലെയുള്ള സിനിമയിൽ അങ്ങനെ പറയുമ്പോൾ കുറേ, അല്ലെങ്കിൽ സീരീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഫേസ് ചെയ്യുന്ന വിഷയമാണ്. നമ്മൾ ഒട്ടും റെമ്യൂണറേറ്റ് ചെയ്യപ്പെടില്ല. അതായത് മലയാള സിനിമ കിട്ടുന്ന പൈസ കൂടി അവർ നമുക്ക് തരില്ല. പക്ഷെ അവർക്ക് നമ്മളിൽ നിന്ന് വേണ്ട ഡ്യൂറേഷൻ ഓഫ് ടൈം, അതായത് ചിലപ്പോൾ അങ്ങനെ ഒരു ഫിക്സ് ടൈമൊന്നുമില്ല. വലിയ സ്റ്റാറിൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ ആ സ്റ്റാറിൻ്റെ ടൈമായിരിക്കും നമ്മളുടെ. അത് എൻ്റെ കരിയറിൻ്റെ ഈ ടൈമിൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ മലയാളത്തിൽ എനിക്ക് ഒരുപാട്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ അവസാനം ചെയ്ത സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാലിക്, ചുരുളി, കനകം, കാമിനി കലഹം, മറ്റേ പെരുമാനി, ആട്ടം, ഫാമിലി, അങ്ങനെ ഞാനിവിടെ എക്സ്ട്രീംലി ഹാപ്പിയാണ് എനിക്ക് കിട്ടുന്ന വേഷങ്ങളിലും ഞാൻ ചെയ്യുന്ന സിനിമകൾ. അപ്പോൾ അങ്ങനെ അതിനെ ബ്രേക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഞാൻ കൺസിഡർ ചെയ്യും. ഞാൻ അവിടെ ഇപ്പോൾ 4 മാസം പോയി കിടന്നു 25 ദിവസം പണിയെടുത്ത് ഒരു സാമ്പത്തിക ലാഭമില്ലാണ്ട് തിരികെ വരില്ല. ഐ എം ഹാപ്പി വിത്ത് മലയാളം ഫിലിം ഇൻഡസ്ട്രീസ്. അതുകൊണ്ടാണ് റിജക്റ്റ് ചെയ്യാനല്ല, റിജക്ഷൻ അല്ല അത് ശരിക്കും. അപ്പോൾ എന്നോട് ഡയറക്ടർ വന്നു, എന്നോട് ചെന്നൈയിൽ ചെല്ലാൻ പറഞ്ഞു. എനിക്ക് ചെന്നൈയിൽ പോകാൻ പറ്റില്ല, കാര്യം ഞാൻ ചെയ്യുന്ന ചെറിയ സിനിമകളാണല്ലോ. അപ്പോൾ ഞാൻ 30 ദിവസം ഷൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസം ഞാൻ അവിടെ ഉണ്ടാവണം. എന്നിട്ട് നെൽസൺ എന്ന് പറഞ്ഞ ഡയറക്ടർ എന്നോട് സൂമിൽ വരാൻ പറഞ്ഞിട്ട് ഞാനും അദ്ദേഹം കൂടെ ഒരു അരമണിക്കൂർ പുള്ളി എനിക്ക് ഫുൾ ക്യാരക്ടർ ഡീറ്റെയിലിംഗ് പരിപാടിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന പോലെ ഒരു റെമ്യൂണറേഷൻ്റെ പരിപാടിയൊക്കെ വരുമ്പോൾ നമുക്ക് സാധാരണ ഒരു മലയാള സിനിമ കിട്ടുന്ന റെമ്യൂണറേഷൻ കൂടി പലപ്പോഴും തരാൻ പറ്റില്ല. നമ്മൾ അതും കൂടെ ആലോചിക്കണം. അവർ 100-100 ചില്ലാനും കോടി രൂപയുടെ സിനിമ ചെയ്തിട്ട് നമ്മളിവിടെ കുഞ്ഞു സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കൂടുതൽ റെമ്യൂണറേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വാല്യുബിൾ ആകുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ വിലയുള്ള ഒരാളാകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വില തന്നവർ വിളിക്കും. അപ്പോൾ ആ ടൈം വരെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ പീസ്ഫുള്ളായിട്ട് നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ പടവും ചെയ്ത് ഹാപ്പി ആയിട്ട് ജീവിക്കുക. അത്യന്തികമായിട്ട് ലൈഫാണ്. പീസ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതാണ്. എനിക്കങ്ങനെ, ഞാൻ അത്ര അംബീഷ്യസ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്.